സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവനതാ മരിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിലേക്ക് എത്തിയാൽ ഈ ദുനിയാവിൽ പോയിട്ട് എന്ത് ചെയ്തു എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു മറുപടിയുമില്ലല്ലോ. അവിടെ ഖേദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയല്ലേ വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ താഴ്ന്ന ദുനിയാവിൽ ജീവിക്കുമ്പോൾ റബ്ബിനെ ഒന്ന് ഓർത്തുകൊണ്ട് ജീവിക്കണേ. 100% നമുക്കതാ നമ്മുടെ മുൻകഴിഞ്ഞതായ മഹാന്മാർ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ ഇബാദത്ത് എങ്ങനെയായിരുന്നു, അതുപോലെ നമുക്ക് സാധിച്ചില്ലെങ്കിലും കഴിവിന്റെ പരമാവധി ഒന്ന് റബ്ബിലേക്കൊന്ന് മടങ്ങിക്കൂടെ. ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തൊന്ന് ഓർക്കണ്ടേ, ഈ ചെയ്യുന്ന ഈ തെറ്റുണ്ടല്ലോ എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ നമ്മൾ നാളെ റബ്ബിന്റെ മുമ്പിലെത്തിയാൽ അവിടെ വിരൽ കടിക്കേണ്ട ഒരു അവസ്ഥയല്ലേ വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റജബ് മാസമുണ്ടല്ലോ, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളുണ്ടല്ലോ, ആ പാവങ്ങളെ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയി, അതൊന്ന് എനിക്കൊന്ന് മാപ്പ് നൽകണേ. എന്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ഇനി ചെയ്യൂല എന്നുള്ള ചിന്തയോടെ റബ്ബിലേക്ക് മടങ്ങിയിട്ട് 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. എന്റെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം വരുമ്പോൾ ഒരു ഖത്തം അല്ലെങ്കിൽ 2 ഖത്തം 3 ഖത്തം ഒക്കെ ഓതി തീർക്കുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധമായ റമളാൻ മാസം കഴിഞ്ഞതിന്റെ ശേഷം പരിശുദ്ധമായ ഖുർആൻ അത് തുറന്നു നോക്കാത്ത എത്രയെത്ര ആളുകളുണ്ട്. ഒരിക്കലും പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ മറന്നുകൂടാ. നാളെ അതാ അല്ലാഹുവിന്റെ മുമ്പിലെത്തിയാൽ ആ വിശുദ്ധമായ ഖുർആൻ റബ്ബിനോട് നമുക്ക് എതിരായി സാക്ഷി നിൽക്കുന്ന ഒരു സമയം വരും. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അതാ നമുക്ക് ഒരു ദിവസം അതാ ഒരു ജുസ് എങ്കിലും നമുക്ക് ഓതാൻ കഴിയണം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ 2 പേജെങ്കിലും ഒരു കടലാസെങ്കിലും ഓതി തീർക്കണം. ഇനി അതിനും കഴിയുന്നില്ലേ, ഒരു പേജെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നമ്മൾ തയ്യാറാകണം. ഇനി ഒരു പക്ഷേ അതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വന്നില്ല എന്ന് വരാം. എന്നാൽ ആ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും ഓതിയിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും ആ വിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കുന്നവരാകണം. എന്നാൽ ആ വിശുദ്ധമായ ഖുർആൻ നാളെ റബ്ബിന്റെ മുമ്പിൽ പറയും, ഈ മനുഷ്യൻ എന്നെ ഒരിക്കലും മറന്നിട്ടില്ല, ഈ മനുഷ്യൻ എന്നെ ഒരിക്കലും മറന്നിട്ടില്ല, എല്ലാ ദിവസവും എന്നെ ഓർത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും റബ്ബിനോട് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇതാണ്. നമ്മളിതാ നമ്മുടെ മുനമ്പത്ത് വെച്ച് പള്ളി നേർച്ച